അസ്സാം വലൈക്കും വറഹമത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഓർമ്മകൾ തിളങ്ങി നിൽക്കുന്ന ബലിപെരുന്നാൾ വീണ്ടും വരികയാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജീവിതം മുഴുവനും അള്ളാഹുവിന് വേണ്ടി ത്യജിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് നടത്തിയ ആ ജീവിതത്തിൻ്റെ ഓർമ്മകളാണ് ഈ ഒരു പെരുന്നാളിലൂടെയും ഹജ്ജിലൂടെയും ഒക്കെ നമുക്ക് അള്ളാഹു മനസ്സിലാക്കി തരുന്നത്. അള്ളാഹുവിനെ തവക്കുൽ ചെയ്തുകൊണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മഹദിയെയും കുഞ്ഞിനെയും വിജനമായ സ്ഥലത്ത് ഉപേക്ഷിച്ചുകൊണ്ട് പോയി. അത് ഉപേക്ഷിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനയാണെങ്കിൽ താങ്കളത് ചെയ്യുക എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ തവക്കുൽ ചെയ്തുകൊണ്ട് അവർ പിരിഞ്ഞ സമയം, ആ സന്ദർഭം ഒരു ദൃഷ്ടാന്തമായി നമ്മൾ കാണേണ്ടതുണ്ട്. അതിനുശേഷം അവിടെ ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ, ചരിത്രങ്ങൾ, ഒരു ചരിത്രത്തിന് വഴി തുറക്കുകയായിരുന്നു. അവിടെ സംസമിലൂടെ മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമും ഹാജറയും ഇവർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വൈകാരികമായ നിമിഷങ്ങൾ, അതിലൂടെയാണ് പിന്നീട് ലോക മുസ്ലിങ്ങൾക്ക് എന്നും ഓർക്കാനും അവരുടെ സ്മരണ അള്ളാഹു അവർക്ക് മുമ്പിൽ നിലനിർത്തിക്കൊണ്ട് ലോകാവസാനം വരെ അള്ളാഹുവിൻ്റെ ചിന്തകളിൽ അധിഷ്ഠിതമായി നിൽക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവർക്ക് അള്ളാഹു നൽകുന്ന അംഗീകാരമായി ഈ ഒരു കർമ്മത്തെ നമ്മൾ കാണുകയാണ്. നമ്മളൊക്കെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കനുസരിച്ച് കൊണ്ട് ഒരു നിസ്സംഗതയുമില്ലാതെ അത് അനുസരിക്കുക എന്നുള്ള ഒരു അടിമയുടെ കടമയാണ് അവർ നിർവഹിച്ചത്. അതിനുള്ള വലിയ അംഗീകാരവും പ്രതിഫലവുമാണ് ഈ ഹജ്ജിലൂടെ ലോകാവസാനം വരെയുള്ള മുസ്ലിങ്ങൾ ആ കർമ്മങ്ങൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ട് അവരെ ഓർക്കുകയും അതിലൂടെ പുണ്യം നേടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പരിശുദ്ധമായ ഈ ദിനം എന്ന് പറയുന്നത് നമുക്ക് നമ്മെ ശുദ്ധീകരിക്കുവാനും നമ്മെ റിഫൈൻ ചെയ്തുകൊണ്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാനുമുള്ള ഒരു ഊർജമായി മാറേണ്ടതുണ്ട്. അതേസമയം ലോകത്ത് പീഡനങ്ങൾ അനുഭവിക്കുന്ന, കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന നിരവധി ആളുകൾ ഗസയിലെയും അതുപോലെ മറ്റ് പ്രദേശങ്ങളിലൊക്കെയുള്ള മുസ്ലിങ്ങൾ ധാരാളമായി, മുസ്ലിങ്ങൾ മാത്രമല്ല ലോകത്ത് പീഡിപ്പിക്കപ്പെടുന്ന എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കാൻ, അവർക്കുവേണ്ടി പ്രാർത്ഥിക്കാൻ ഈ ഒരു ദിവസം നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈദ് മുബാറക്.